ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി PYQ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എങ്ങനെ 80+ സ്കോർ ചെയ്യാമെന്നുള്ള രീതിയിലുള്ള എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ആണ് കഴിഞ്ഞതിൽ ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റിൽ നല്ലൊരു മാർക്കിങ്ങിലോട്ട് എത്താത്തവരുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ വിചാരിക്കും ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ ഇത് ചെയ്യും. അങ്ങനെയല്ല, നിങ്ങൾ എന്ത് പഠിക്കുകയാണെങ്കിലും അത് മനസ്സിലാക്കി പഠിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് വെറുതെ നമ്മളിപ്പം എന്താണ് ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്താണ് വെറുതെ ആ കണ്ട കാര്യം ഒന്ന് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി അതിനൊന്ന് മനസ്സിലാക്കിയെടുത്ത് എന്തെങ്കിലും കണക്ട് ചെയ്ത് ഒക്കെ പഠിക്കാൻ ശ്രമിച്ചാൽ കുറച്ചും കൂടെ നമ്മുടെ മെമ്മറിയിൽ നിൽക്കും. പിന്നെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് സ്റ്റഡിയിങ് ആണെങ്കിലും അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു കാര്യം നമ്മൾ സ്വയം വായിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ എഫക്റ്റീവ് ആകുന്നത് നമ്മളൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ. ഇപ്പോൾ നമുക്ക് ആരും പറഞ്ഞു കൊടുക്കാനില്ലെങ്കിൽ പോലും നമുക്ക് ഇരുന്ന് ഇപ്പോൾ വായിച്ച് നമ്മൾ സ്വയം ഇങ്ങനെ ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലൊന്ന് പഠിക്കാൻ ശ്രമിച്ചു നോക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് കൂടുതലായിരിക്കും, നമ്മുടെ മെമ്മറിയിൽ നിൽക്കും. നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട. അപ്പോൾ ബേസ് സ്ട്രോങ് ആക്കി എടുക്കുക, നല്ലവണ്ണം കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കുക, റിവിഷൻ ചെയ്യാനും കൂടെ ശ്രമിക്കുക. പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ മനസ്സിൽ നിൽക്കുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ചോദ്യപേപ്പർ കണ്ട് ശീലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, അയ്യോ ഈ ചോദ്യമുണ്ട് മനസ്സിലുണ്ട്, കണ്ടിട്ടുണ്ട്, പക്ഷേ ഉത്തരം കൺഫ്യൂഷനാണ്, അല്ലെങ്കിൽ അത് മനസ്സിൽ കയറിയിട്ടില്ല ചിലതൊന്നും നമുക്ക് മനസ്സിലാവണത് ഇങ്ങനെയുള്ള ചോദ്യപേപ്പറുകൾ കാണുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വീണ്ടും റെപ്പറ്റീഷൻ ആണെങ്കിൽ കൂടി ഞാൻ എന്ത് പറയുന്നത്, ചോദ്യപേപ്പർ പരിശീലിക്കൂ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഇതെന്നുള്ള രീതിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ചോദ്യപേപ്പർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, കൃത്യമായിട്ട് പഠിക്കുക. ഓരോ ദിവസവും സിലബസിൻ്റെ മാക്സിമം പോർഷൻസ് കവർ ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ടൈം നമുക്കത് വേഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ടൈം റിമൈനിങ് പോർഷൻസും കവർ ചെയ്യാം. കറണ്ട് അഫയേഴ്സിന് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കുക. ഓരോ ദിവസവും ഒരു സ്പെസിഫിക് ടൈം ഒരു സബ്ജക്റ്റിന് വേണ്ടി മാറ്റി വയ്ക്കുക. അതേത് എന്നുള്ളത് പറയുന്നില്ല, നിങ്ങളുടെ ഇതിനനുസരിച്ചുള്ളത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ അത് മനസ്സിരുത്തിയിട്ടാണെങ്കിലും പഠിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒട്ടുമേ എന്താണ് ശ്രമിച്ചിട്ടും കിട്ടാത്തതാണെങ്കിൽ ഒന്ന് പരിശ്രമിച്ച് നോക്കുക. നമ്മളൊരു എഫേർട്ട് ഇട്ട് നോക്കുക, കയറുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത്. ആവശ്യം നമ്മുടെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ശ്രമിച്ച് നോക്കുക. എങ്ങനെയെങ്കിലും തനിക്കത് മനസ്സിലാക്കിയെടുക്കാൻ മറ്റുള്ളവർക്ക് പറ്റുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് അത് മനസ്സിലാക്കിയെടുത്തുകൂടാ എന്നൊന്ന് ചിന്തിച്ച് ശ്രമിച്ചു നോക്കുക. എന്നിട്ട് അത് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്രയും പ്രാധാന്യമില്ലാത്ത ടോപ്പിക്സ് ആണെങ്കിൽ ഒന്ന് മാറ്റി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആൻസറിങ്ങിലേക്ക് തന്നെ കിടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം അല്ലെങ്കിൽ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. നമുക്കറിയാവുന്ന കാര്യം എന്താണ്, 1931-32 ആ ഒരു കാലഘട്ടത്തിൽ നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായിട്ട് KPCCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, അതിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രക്ഷോഭമാണിത്. അപ്പോൾ ഇത് ആരംഭിക്കാൻ തീരുമാനിക്കുന്നത് 1931 വടകരയിൽ നടന്ന KPCC യോഗത്തിലാണ് ഈ ഒരു ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുക എന്നുള്ളൊരു കാര്യം തീരുമാനിക്കുന്നത്. അങ്ങനെ നവംബർ 1 എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സത്യാഗ്രഹം ആരംഭിക്കുന്നത്. കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരൊക്കെയാണ് ഈ ഒരു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കുന്നത്. പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി കേളപ്പനുമാണ്. അപ്പോൾ കേളപ്പൻ നിരാഹാര സമരം ആരംഭിക്കുകയൊക്കെ ഉണ്ടായി, അനിശ്ചിതകാലത്തേക്ക് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്തു അദ്ദേഹം അത് പിൻവലിച്ചു. അപ്പോൾ അതിൻ്റെ ഡേറ്റ് അത് നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം. 1931 നവംബർ 1 എന്ത് സംഭവിച്ചത്, ഈ പറയുന്ന ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. 1932 സെപ്റ്റംബർ 21 കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുന്നത്. കൃത്യമായിട്ട് ഓർത്തു വയ്ക്കൂ, 1932 സെപ്റ്റംബർ 21. പക്ഷേ ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് അദ്ദേഹം ഈ ഒരു നിരാഹാര സത്യാഗ്രഹം പിൻവലിക്കുകയുണ്ടായി. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1932 തന്നെയാണ്, ഒക്ടോബർ 2. അപ്പോൾ ഗാന്ധിജിയുടെ ജന്മദിനമാണ് ഒക്ടോബർ 2. അപ്പോൾ ഗാന്ധിജി വന്നതുകൊണ്ട് ഒക്ടോബർ 2 തന്നെയാണ് അദ്ദേഹം പിൻവലിച്ചത് എന്നുള്ള രീതിയിൽ ആലോചിച്ച് വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സിലോട്ടൊന്ന് ആദ്യം കിടക്കാം. ഞാൻ അതിന് മുൻപ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു എന്ന് മാത്രം. മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും കേളപ്പൻ സെക്രട്ടറിയുമായി ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു. ഇത് ശരിയല്ലേ? ശരിയാണ്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു, സെക്രട്ടറി കേളപ്പനായിരുന്നു. ഗാന്ധിജിയുടെ അനുവാദത്തോടെ കേളപ്പൻ 1932 സെപ്റ്റംബർ 22 ക്ഷേത്രനടയിൽ ഉപവാസം ആരംഭിച്ചു.
അപ്പോൾ 21 സെപ്റ്റംബർ 21 നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ സെപ്റ്റംബർ 22 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചിലതിൽ സെപ്റ്റംബർ 22 എന്ന് കാണുന്നുണ്ട്, ചിലതിൽ സെപ്റ്റംബർ 21 എന്ന് കാണുന്നുണ്ട്. എനിവേസ് PSC ഇത് ഓക്കെ എന്നുള്ള രീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ. ദെൻ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 കെ കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചു. ശരിയാണ്. ദെൻ പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഒരു കാൽനട സമര പ്രചാരണ ജാഥ പുറപ്പെട്ടു. അത് ശരിയല്ല. അപ്പോൾ 1, 2, 3 എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിട്ടിരുന്നത് AK ഗോപാലനാണ്. ഓക്കെ, AKG ആണ് വോളണ്ടിയർ ക്യാപ്റ്റനായിട്ട് ഇരുന്നിരുന്നത്. ഗുരുവായൂർ ക്ഷേത്രം കോഴിക്കോട് സാമൂതിരിയുടെ അധീനതയിലായിരുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി ഈ ഒരു ക്ഷേത്രപ്രവേശന കമ്മിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ ക്യാപ്റ്റനായി പ്രവർത്തിച്ച വ്യക്തി ആരാണ്? ക്യാപ്റ്റനായിട്ട് പ്രവർത്തിച്ച ആ ഒരു ക്ഷേത്രപ്രവേശന കമ്മിറ്റിയുടെ ക്യാപ്റ്റനായിട്ട് പ്രവർത്തിച്ചത് T. സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. T. സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഗുരുവായൂർ ക്ഷേത്രം മണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ ആരാണ്? നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലേ, P. കൃഷ്ണപിള്ള. P. കൃഷ്ണപിള്ളയാണ്. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് അതുപോലെ AKGക്കും ഒക്കെ ക്രൂരമായിട്ട് മർദ്ദനമൊക്കെ ഏൽക്കുകയുണ്ടായി. ഓക്കെ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ജനഹിത പരിശോധന, നമ്മളിപ്പോൾ പറയുന്ന റഫറൻഡം ഒക്കെ ഉണ്ടല്ലോ, ജനഹിത പരിശോധന, അതായത് ഇങ്ങനെ തുറന്നു കൊടുക്കണോ ഹിന്ദുക്കൾക്കായിട്ട് ഈ ക്ഷേത്രം എന്നുള്ള രീതിയിലുള്ള ഒരു ജനഹിത പരിശോധന നടത്തിയ താലൂക്ക് പൊന്നാനി താലൂക്കാണ്. ഓക്കെ, പൊന്നാനി താലൂക്കിൽ വെച്ചിട്ടാണ് ആ ഒരു ജനഹിത പരിശോധന നടത്തിയത് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഓക്കെ, കാരണം സത്യാഗ്രഹ സമയത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്നത് ഈ ഒരു താലൂക്കിലായിരുന്നു, പൊന്നാനി താലൂക്കിലായിരുന്നു. ഓക്കെ, ഈ ഒരു റഫറൻഡത്തിലൂടെ മിക്ക ജനങ്ങളും ഈ ക്ഷേത്രപ്രവേശനത്തിനോട് അനുകൂലമായിട്ടുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഐക്യ കേരള പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശരിയായിട്ടുള്ളവയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 1947 തൃശ്ശൂരിൽ വെച്ച് K. കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നു. ഇത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. നമുക്ക് ടെക്സ്റ്റിലെ ഫാക്റ്റ് തന്നെയാണത്. ടെക്സ്റ്റിലെ SCRT ഞാൻ നിങ്ങളോട് ഇപ്പോൾ വീക്ക്ലി സ്റ്റഡി പ്ലാനിൽ പറഞ്ഞില്ലേ, വായിച്ചു പോകാൻ പറഞ്ഞ ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. 1947 K. കേളപ്പൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ വെച്ചിട്ട് ഐക്യ കേരള കൺവെൻഷൻ നടക്കുന്നത്. ഈ ഒരു ഐക്യ കേരള കൺവെൻഷനിൽ ഐക്യ കേരളം എത്രയും പെട്ടെന്ന് തന്നെ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് ഈ മൊയ്തു മൗലവിയാണ്. ഓക്കെ, ഈ മൊയ്തു മൗലവിയാണ് എത്രയും പെട്ടെന്ന് ഒരു ഐക്യ കേരളം ഉണ്ടാകണം എന്നുള്ള രീതിയിൽ പ്രമേയം അവതരിപ്പിച്ചത് ഈ ഒരു ഐക്യ കേരള കൺവെൻഷനിൽ. ഓക്കെ, ഇത്രയാണ് ആ ഒരു ഐക്യ കേരള കൺവെൻഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ശരിയാണ്. 1949 ജൂലൈ 1 നടന്ന തിരുക്കൊച്ചി സംയോജനം ഐക്യ കേരളത്തിൻ്റെ ആദ്യ പടിയായി കണക്കാക്കപ്പെടുന്നു. അത് ശരിയാണ്. കാരണം 1949 ജൂലൈ 1 ഈ ഡേറ്റും ഈ വർഷമൊക്കെ ചോദിക്കാറുണ്ട്. തിരുക്കൊച്ചി സംയോജനം വന്നതാണ്. ഏത് രാജാവിൻ്റെ സമയത്താണ്? അതായത് തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ആ സമയത്ത്? ചിത്തിര തിരുനാളാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം അങ്ങനെ എന്തായി മാറി? തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ രാജപ്രമുഖൻ എന്ന് പറയുന്ന സ്ഥാനം വഹിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ കൊച്ചി രാജാവിനോ ഉപരാജപ്രമുഖ് എന്ന സ്ഥാനമാണ് അത് വാഗ്ദാനം ചെയ്തു. ഉപരാജപ്രമുഖ് എന്ന് പറയുന്ന ഒരു സ്ഥാനം വാഗ്ദാനം ചെയ്തെങ്കിൽ അദ്ദേഹം അത് നിരസിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു എന്താണ് പറയുക, കൊച്ചി രാജാവ്, അതായത് പറഞ്ഞല്ലോ ഈ ഒരു വാഗ്ദാനം നിരസിക്കുകയൊക്കെ ചെയ്ത ആ ഒരു കൊച്ചി രാജാവ്, അപ്പോൾ അദ്ദേഹം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ആ സമയത്തെ കൊച്ചി രാജാവ് പരീക്ഷിത്ത് തമ്പുരാനാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കൊച്ചി മഹാരാജാവാകട്ടെ സ്വന്തം പ്രജകൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ വിശാലമായൊരു ജീവിതം അവർക്ക് വരാൻ വേണ്ടിയിട്ട് സമസ്ത അവകാശങ്ങളും തൻ്റെ കയ്യിലുള്ള ആ ഒരു എല്ലാം, അതായത് തൻ്റെ സമസ്ത അവകാശങ്ങളും ത്യജിക്കാൻ തയ്യാറാവുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. ശേഷം കുറച്ച് ഇതൊക്കെ വരുന്നുണ്ട്, മന്ത്രിസഭാ രൂപീകരണമൊക്കെ പിന്നീട് നടക്കുന്നുണ്ട്. അത്രയൊന്നും ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തിരുക്കൊച്ചിയിലെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? പറവൂർ TK നാരായണപിള്ളയാണ്. ഓക്കെ, തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി പറവൂർ TK നാരായണപിള്ളയാണ്. അവസാന മുഖ്യമന്ത്രി പനമ്പിള്ളി ഗോവിന്ദമേനോനാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ തിരുക്കൊച്ചിയിലെ മന്ത്രിമാരായിട്ടിരുന്നിരുന്നത് പറവൂർ TK നാരായണപിള്ള, പിന്നെ C. കേശവൻ ഇരുന്നിട്ടുണ്ട്. അതിനുശേഷം AG ജോൺ, പിന്നെ പട്ടം താണുപിള്ള, പനമ്പിള്ളി ഗോവിന്ദമേനോൻ. 5 പേരാണ് തിരുക്കൊച്ചി ആ ഒരു തിരുക്കൊച്ചി സംസ്ഥാനം എന്നുള്ള രീതിയിലായിരുന്നല്ലോ അതിൻ്റെ മുഖ്യമന്ത്രിമാരായിട്ട് ഇരുന്നിട്ടുള്ളത് 5 പേരാണ്. തുടക്കം പറവൂർ TK നാരായണപിള്ള, അവസാനം പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ഇനി ഇതിൽ ഈ ഒരു തിരുക്കൊച്ചി മന്ത്രിസഭയുടെ അതിനൊക്കെ ശേഷം പിന്നീട് എന്താണ് 1956 നവംബർ 1 കേരളം രൂപീകരിക്കപ്പെട്ടു. അത് നമുക്കറിയാം. ഐക്യ കേരളം നിലവിൽ വന്ന സമയം ഇതാണ്. പിന്നെ ഇതിൻ്റെ ഇടയിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, സർദാർ KM പണിക്കർ അധ്യക്ഷനായ ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകൃതമായത്. തെറ്റല്ലേ? സർദാർ KM പണിക്കരല്ലല്ലോ അധ്യക്ഷനായി വരുന്നത്, അത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതാണ്. അപ്പോൾ സ്റ്റേറ്റ് റീഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കമ്മീഷനും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ ഈ ഒരു കോൺടെക്സ്റ്റിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇവർ പറഞ്ഞിട്ടുള്ള ഐക്യ കേരള കൺവെൻഷൻ. അപ്പോൾ ആക്ച്വലി നവകേരള സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, 8ാമത്തെ ചാപ്റ്റർ. അതിൽ കൃത്യമായിട്ട് ഈ ഐക്യ കേരളത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ ഈ ഐക്യ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച INC സമ്മേളനം ഏതാണ്? ഓക്കെ, അതായത് ലാംഗ്വേജിൻ്റെ ബേസിസിൽ കോൺഗ്രസ് എന്ന് തീരുമാനിക്കണം. അതായത് ഇൻ്റർനാഷണൽ കോൺഗ്രസ് ഒരു സമ്മേളനം വയ്ക്കുന്നു. ആ സമ്മേളനത്തിൽ എന്താണ് സംസ്ഥാന കോൺഗ്രസ്സുകൾ, ഓരോ സംസ്ഥാനത്തിൻ്റെ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണം. അങ്ങനെയാണ് KPCC കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയൊക്കെ വരുന്നത്. അത് ഏത് സമ്മേളനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ്. ഓക്കെ, നാഗ്പൂർ സമ്മേളനം. ഇതൊക്കെ ടെക്സ്റ്റ് ഫാക്റ്റ് ആണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ആ ടെക്സ്റ്റ് കാണുന്നില്ല, അതാണ് ഞാൻ ടെക്സ്റ്റ് വെച്ച് കാണിക്കാത്തത്. അപ്പോൾ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നത് 1921 KPCC വരുന്നത് കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കുക, 1921 വരുന്നത്. ഓക്കെ, അതിൽ ഈ മൂന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ട്: തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. അത് എവിടെയാണ് നിലവിൽ വന്നത്? ഒറ്റപ്പാലത്ത്. ഓക്കെ, ഒറ്റപ്പാലത്താണ് ഇത് നിലവിൽ വന്നത്. ആദ്യ സമ്മേളനം നടക്കുന്നതും ഒറ്റപ്പാലത്ത് തന്നെയാണ്. ഓക്കെ, ഇനി ശേഷം 1928 ഒരു പയ്യന്നൂർ സമ്മേളനം നടക്കുന്നുണ്ട്. ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ, ഈ ഒരു പയ്യന്നൂർ സമ്മേളനം. കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് പുനഃസംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് പയ്യന്നൂർ സമ്മേളനമാണ്, 1928. ഓക്കെ, അപ്പോൾ ഈ ഒരു സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവാണ് അധ്യക്ഷനായിട്ട് ഈ ഒരു സമ്മേളനത്തിൽ വരുന്നത്. ഓക്കെ, ജവഹർലാൽ നെഹ്റുവാണ് അധ്യക്ഷൻ. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് പുനഃസംഘടിപ്പിക്കണം എന്ന പ്രമേയമാണ് ഈ ഒരു സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ച സമ്മേളനമാണിത്. ഐക്യ കേരളം എന്ന ആശയം കൊണ്ടുവന്ന സമ്മേളനമാണ് ഈ ഒരു പയ്യന്നൂർ സമ്മേളനം. ഫസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കിക്കോളൂ കേട്ടോ. പുതിയ 7th സ്റ്റാൻഡേർഡും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്യാവശ്യം നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഓൾറെഡി മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പുതിയ SCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നോക്കേണ്ടത്, പഴയത് ഏതൊക്കെയാണ് നോക്കേണ്ടത്. SCERT ചാപ്റ്റേഴ്സ് തന്നെ നിങ്ങൾ ആദ്യം പക്കയായിട്ട് തന്നെ വായിക്കുക കേട്ടോ. എല്ലാത്തിൻ്റെയും നല്ലത് തന്നെയാണത്. പറ്റുമെങ്കിൽ എല്ലാം മാക്സിമം വായിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇങ്ങനെ ഇത് വെച്ചിട്ട് നോക്കുന്നത് നല്ലതാണ്. ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ SCERT വായിക്കുക കേട്ടോ. അപ്പോൾ ഒരു 6 KPCC സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി അത് പറയാൻ പറ്റുമോ, 6 KPCC സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. ഫസ്റ്റ് നടക്കുന്നത് ഒറ്റപ്പാലത്താണ്, നമ്മൾ പറഞ്ഞ ഒറ്റപ്പാലം. ലാസ്റ്റ് നടക്കുന്നത്, അതായത് 6th നടക്കുന്നത് കോഴിക്കോടാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കി വെച്ചേക്കുക. ഒറ്റപ്പാലത്ത് നടന്ന ഫസ്റ്റ് ആ ഒരു സമ്മേളനത്തിൽ T പ്രകാശമായിരുന്നു അധ്യക്ഷൻ. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് T പ്രകാശം. ഓക്കെ, അതുപോലെ 6th കോഴിക്കോട് നടന്ന KPCC സമ്മേളനത്തിൽ സാമുവൽ ആറോൺ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അധ്യക്ഷത വഹിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ചോദ്യം: അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തത്, ബ്രിട്ടനെതിരായുള്ള കോളനിക്കാരുടെ ആക്ഷേപത്തിന് പ്രധാന കാരണം മെർക്കൻറ്റലിസം എന്ന സാമ്പത്തിക സിദ്ധാന്തമായിരുന്നു. തീർച്ചയായിട്ടും അതെ, അവരുടെ ഒരു മെർക്കൻറ്റലിസ്റ്റ് പോളിസി എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോളിസിയാണ് അല്ലേ. എന്തൊക്കെ തരത്തിൽ കഴിഞ്ഞാലും ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് പോളിസികൾ, അതായത് എന്ത് കോളനികളിൽ നിന്നോ അല്ലെങ്കിൽ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്ന കപ്പലുകൾ ഒന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് നിർമ്മിച്ച കപ്പലുകളോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ കോളനീസിൽ നിർമ്മിച്ച കപ്പലുകളിലോ ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, അവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളിൽ എന്ത് ചെയ്യണം, ഒരു ചില സാധനങ്ങൾ എസ്പെഷ്യലി തേയില, ടീ, ഗ്ലാസ്, പേപ്പർ, ഇവയ്ക്കൊക്കെ ഇമ്പോർട്ട് ഡ്യൂട്ടി അവർ ഈ ഒരു പോളിസി വഴി ഏർപ്പെടുത്തി. അങ്ങനെ കുറച്ച് പോളിസീസാണ് മെർക്കൻറ്റലിസ്റ്റ് പോളിസീസായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ശരിയാണ്. രണ്ടാമത്തത്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നിലവിൽ വന്ന ഭരണഘടന പ്രകാരം പ്രഖ്യാപനം ചെയ്ത പ്രധാന മനുഷ്യ അവകാശ പ്രഖ്യാപനമാണ് മനുഷ്യരെല്ലാം സ്വതന്ത്രരായി ജനിക്കുകയും സ്വതന്ത്രരായ അവകാശങ്ങളിൽ സമന്മാരായി വർത്തിക്കുകയും ചെയ്യുക. ഏതൊരു രാഷ്ട്രീയ വ്യവസ്ഥയുടെയും ലക്ഷ്യം മനുഷ്യൻ്റെ പ്രകൃതിദത്തമായ അവകാശങ്ങളുടെ സംരക്ഷണമാണ്. ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്നില്ല അല്ലേ. 1764 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പഞ്ചസാര ആക്ട് പാസ്സാക്കി. ഈ നിയമം അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാരയിന്മേൽ ഒരു ചുങ്കം ചുമത്തി. ഇത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. നമ്മൾ അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പഠിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. അതിൽ ഒന്ന് ഈ പറയുന്ന ഷുഗർ ആക്റ്റാണ്. ഷുഗർ ആക്ട് എന്ന് പറയുന്നത് 1764 തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഷുഗർ കഴിഞ്ഞാൽ ഈ ഷുഗർ എന്തിലേക്കായിരിക്കും ഇടേണ്ടത്? ടീയിലേക്ക് അല്ലേ. നമ്മൾ ചായയിലേക്കാണ് ഇടുന്നതെന്ന് ആലോചിക്കുക. അപ്പോൾ 1773 ടീ ആക്ട് നടക്കുന്നുണ്ട്. ഇനി ഇതേ 1764 കറൻസി ആക്ട് ഉണ്ട്, 65 സ്റ്റാമ്പ് ആക്ട് ഉണ്ട്, 67 ടൗൺഷിപ്പ് നിയമമുണ്ട്. ഇപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷുഗറും ടീയും ഇങ്ങനെ പറഞ്ഞത്. 64 ഷുഗർ ആക്ട്, 73 ടീ ആക്ട്. അതിൻ്റെ ഇടയിൽ ഈ 1764 തന്നെ കറൻസി ആക്ട് ഉണ്ട്, 65 സ്റ്റാമ്പ് ആക്ട് ഉണ്ട്, 67 എന്തുണ്ട്, ടൗൺഷിപ്പ് നിയമം. ടൗൺഷിപ്പ് നിയമത്തിൽ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, നേരത്തെ പറഞ്ഞ തേയില ഗ്ലാസ് പേപ്പറിൽ അതിൽ മേലുള്ള നിയമമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്റ്റുകൾ അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്.
ദെൻ ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായിരുന്ന ചാൾസ് ടൗൺഷെൻഡ് അമേരിക്കൻ ഇറക്കുമതി ചുങ്കം നിയമം പാസ്സാക്കി. അതെന്തായാലും ശരിയായിരിക്കുമല്ലോ, ടൗൺഷെൻഡ് നിയമം പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹമായിരിക്കും അത് പാസ്സാക്കണം. അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ചെടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ. നെക്സ്റ്റ്, അഡോൾഫ് ഹിറ്റ്ലറുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഹിറ്റ്ലർ രചിച്ച നാസിസത്തിൻ്റെ സുവിശേഷ ഗ്രന്ഥമാണ് മെയിൻ കാഫ് അഥവാ എൻ്റെ സമരം. ശരിയാണ്. ഹിറ്റ്ലറിൻ്റെ ആത്മകഥയാണ് മെയിൻ കാഫ്. അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ നോക്കുകയാണെങ്കിൽ എൻ്റെ സമരം അല്ലെങ്കിൽ മൈ സ്ട്രഗിൾ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ശരിയാണ്. ഒന്ന് ശരിയാവുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ പോയി. 1934 ജർമ്മൻ പ്രസിഡന്റ് ഹിൻഡൻബർഗ് അന്തരിച്ചപ്പോൾ ഹിറ്റ്ലർ ചാൻസലർ സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും തന്നെ ഏകീകരിച്ച് മൂന്നാം ജർമ്മൻ സാമ്രാജ്യം സ്ഥാപിച്ചു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ് കേട്ടോ. 1934 ജർമ്മൻ പ്രസിഡന്റ് ഹിൻഡൻബർഗ് അന്തരിച്ചപ്പോൾ ഹിറ്റ്ലർ എന്ത് ചെയ്തു? ആ ഒരു ചാൻസലർ സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും ഒക്കെ നേടുകയും അതുപോലെ തന്നെ മൂന്നാം ജർമ്മൻ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു. ദെൻ ഹിറ്റ്ലർ രൂപീകരിച്ചൊരു സന്നദ്ധ സേന ആയിരുന്നു ബ്ലാക്ക് ഷർട്ടുകൾ. പക്ഷേ ബ്ലാക്ക് അല്ല, ബ്രൗൺ ആണെന്ന് മാത്രം. ഓക്കെ, ബ്ലാക്ക് ആരുടെയാണെന്നറിയോ? ബ്ലാക്ക് ഷർട്ട് വരുന്നത് മുസോളിനിയാണ്. ഓക്കെ, മുസോളിനി രൂപീകരിച്ച സന്നദ്ധ സേനയായിരുന്നു എന്താ? കരിങ്കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട്സ്. അപ്പോൾ അതങ്ങനെ ഓർക്കുക കേട്ടോ. ഹിറ്റ്ലറിൻ്റെ ബ്രൗൺ ഷർട്ട്സ് ആണ് സന്നദ്ധ സേനയെ വിളിച്ചിരുന്ന പേര്. അപ്പോൾ ഇത് തെറ്റാണ്. 3 തെറ്റുമ്പോൾ ഇത് പോയി. അപ്പോൾ ഇതാണ് ആൻസർ. ദെൻ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഹിറ്റ്ലർ ചാരവൃത്തിക്ക് വേണ്ടി വിദഗ്ധ പരിശീലനം കൊടുത്തവരായിരുന്നു എലൈറ്റ് ഗാർഡ് SS. ശരിയാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. മാത്രമല്ല ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ്, ഓക്കെ, രഹസ്യ പോലീസിന് പറയുന്ന പേരെന്താണ്? ഗസ്തപ്പോ എന്നുള്ളതായിരുന്നു രഹസ്യ പോലീസിൻ്റെ പേര്. അപ്പോൾ 1-ാം ലോക മഹായുദ്ധത്തിൽ ധീരമായി പൊരുതിയതിന് ഹിറ്റ്ലർക്ക് നൽകിയ ബഹുമതിയാണ് അയൺ ക്രോസ് എന്ന് പറയുന്നത് കേട്ടോ. അയൺ ക്രോസ് എന്ന് പറയുന്നത് 1-ാം ലോക മഹായുദ്ധത്തിൽ ധീരമായി പൊരുതിയതിന് ഹിറ്റ്ലർക്ക് നൽകിയ ബഹുമതിയാണ്. അഡോൾഫ് ഹിറ്റ്ലറുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്നു ജോസഫ് ഗീബൽസ്. ആ ഒരു പേരൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ജോസഫ് ഗീബൽസ് എന്ന് പറയുന്നത് ഹിറ്റ്ലറുടെ വിശ്വസ്തനായിരുന്നു. ഓക്കെ, വംശീയ ശുദ്ധീകരണം എന്ന് പറയുന്ന ആ ഒരു നാസി പദ്ധതിയുടെ തന്നെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗീബൽസ് ആയിരുന്നു. ഒരിക്കലും അത് ഹിറ്റ്ലറാണെന്ന് നിങ്ങൾ പറയരുത് കേട്ടോ. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഹിറ്റ്ലറാണ്, പക്ഷേ ആ ഒരു ഐഡിയോളജി ഗീബൽസിൻ്റെയാണ്. ഓക്കെ, ഒരു കള്ളം 1000 തവണ ആവർത്തിച്ചാൽ അത് സത്യമായി തീരുമെന്നതായിരുന്നു ഗീബൽസിൻ്റെ ആ ഒരു പ്രധാന സിദ്ധാന്തം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദ്യം, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. നമുക്കറിയാവുന്നത് തന്നെയാണ് ആൻസർ. ഏതൊക്കെയാണ്? ചമ്പാരൻ, ഖേദ, അഹമ്മദാബാദ്. ഇത്രയുമായിരുന്നു ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ. അപ്പോൾ 2, 3, 4 എന്നുള്ളതാണ് ശരി. ബർദോളി സത്യാഗ്രഹം ആക്ച്വലി ആരുടെയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ അല്ലേ? വല്ലഭായ് പട്ടേലിൻ്റെയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് സർദാർ എന്നുള്ള പേരൊക്കെ വരുന്നത് ഈ ഒരു ബർദോളി സത്യാഗ്രഹത്തിനൊക്കെ ശേഷമാണ്. അതിനെക്കുറിച്ച് ഞാൻ അധികം ഡീറ്റെയിൽ ചെയ്യേണ്ട ആവശ്യം വരില്ല എന്ന് തോന്നുന്നു. കാരണം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന അത്യാവശ്യം ഫാക്റ്റുകളേ ഇതിലുള്ളൂ. ഓക്കെ, ദെൻ 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിനെ അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്നവയുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ ഇതിൽ ആക്ച്വലി എല്ലാം ശരിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടൻ ജെസി പ്ലെമോൺസ്, മികച്ച നടി എമിലിയ പെരസ്, ജൂറി പ്രൈസ് എമിലിയ പെരസ്, മികച്ച സംവിധായകൻ മിഗൽ ഗോമസ്. ഇനി ഹരിതഗൃഹ വാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായ പ്രോട്ടോക്കോൾ ഏതാണ്? നമുക്കറിയാവുന്ന പ്രോട്ടോക്കോൾ ക്യോട്ടോ പ്രോട്ടോക്കോളാണ്. ഓക്കെ, മോൺട്രിയാൽ എന്ന് പറയുന്നത് ഓസോൺ ഡിപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. മാറിപ്പോയത് കേട്ടോ. മോൺട്രിയാൽ ഓസോൺ ഓൺ അങ്ങനെ ഓർത്താൽ മതി. ക്യോട്ടോയിൽ നമ്മൾ എന്താണ് വരുന്നത്? ഹരിതഗൃഹമാണ്. അപ്പോൾ ഒരെണ്ണം പഠിച്ചാൽ മതി. മോൺട്രിയാൽ റിലേറ്റഡ് ടു ഓസോൺ ഡിപ്ലീഷനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഹരിതഗൃഹ വാതകങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായി വരുന്ന പ്രോട്ടോക്കോളാണ്. അപ്പോൾ ഇതിൽ ആദ്യം വരുന്നത് 1987 സൈൻ ചെയ്യുന്നത് മോൺട്രിയാലാണ്. ഓക്കെ, ദെൻ 1997 സൈൻ ചെയ്യുന്നതാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ആനർ ഗിർണ ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണ്? ആനർ ഗിർണ എന്ന് പറയുന്നത് താപ്തിയുടെ പോഷക നദികളാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് താപ്തിനെ കുറിച്ച് മനസ്സിലാക്കാം. അതിന് മുൻപ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയട്ടെ. ഈ പെനിൻസുലാർ റിവേഴ്സിൽ നമ്മളുടെ ഇപ്പോൾ ഇന്ത്യ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഉണ്ട്, ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഉണ്ട്. ഇതിൽ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്, ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിക്കോ. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇതിൽ. വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിൽ മെയിൻ ആയിട്ടുള്ളത് നർമ്മദ, താപ്തി അല്ലെങ്കിൽ തബി എന്നും പറയാറുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലൂണി, സബർമതി, പിന്നെ മാഹി. അപ്പോൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ
സ്വാഭാവികമായിട്ട് അറേബ്യൻ സീയുടെ ഭാഗത്ത് തന്നെ പതിക്കുകയാണ് അല്ലേ. പടിഞ്ഞാറോട്ട് ഒഴുകി അവിടേക്ക് തന്നെ എത്തിച്ചേരും. അപ്പോൾ മാഹി, നർമ്മദ, താപ്തി, ലൂണി, സബർമതി. ഈസ്റ്റ് ഫ്ലോയിങ്ങിൽ വരുന്നത്, ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിൽ വരുന്നത് ഏതൊക്കെയാണെന്നറിയോ? മെയിൻലി ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഗോദാവരി, ഓക്കെ, ഗോദാവരി, കൃഷ്ണ, കാവേരി, പിന്നെ ബ്രാഹ്മണി, സുബർണരേഖ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗോദാവരി, കൃഷ്ണ, കാവേരി ഒക്കെ തന്നെയാണ്. എന്നാലും ബാക്കിയുള്ള ഞാൻ പറഞ്ഞുള്ളൂ. ഗോദാവരി, കൃഷ്ണ, കാവേരി, സുബർണരേഖ, ബ്രാഹ്മണി, വൈഗ ഒക്കെ ഉണ്ട് കേട്ടോ. പൊന്നയ്യാർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് താപ്തിയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് നോക്കണം കൃത്യമായിട്ട്. ഈ ഒരു നദിയുണ്ടല്ലോ, ഉപദ്വീപീയ നദികൾ, പെനിൻസുലാർ റിവേഴ്സിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ്. ഓക്കെ, ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് ഏത്? താപ്തി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നദി ഏതാണ്? അത് നർമ്മദയാണ്. ഒന്നാമത്തെ പൊസിഷൻ നർമ്മദയാണ്, രണ്ടാമത്തെ പൊസിഷൻ ഉപദ്വീപീയ നദികളിൽ താപ്തിയാണ്. ഓക്കെ, പടിഞ്ഞാറോട്ട് ഒഴുകുന്നതിൽ കേട്ടോ. അപ്പോൾ ഈ ബ്രഹ്മ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ഈ പറയുന്ന താപ്തി എന്ന് നമുക്കറിയാം. ഓക്കെ, പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് താപ്തിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ നഗരമാണ് ഏത്? സൂറത്ത്. ഓക്കെ, സൂറത്ത്, അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ഈ പറയുന്ന താപ്തി നദിയിലുണ്ട്. കക്രപ്പാറ, ഉക്കായി എന്നൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളും താപ്തി നദിയിലുണ്ട്. ഓക്കെ, ഇതിൻ്റെ പതനസ്ഥലം നമുക്കറിയാവുന്ന സംഭവം എന്താണ്? നമ്മൾ പറഞ്ഞു അറബിക്കടലിൽ നിന്ന് അല്ലേ, കമ്പത്ത് ഉൾക്കടലിലായിട്ടാണ് വരുന്നത്. അപ്പോൾ പ്രധാന പോഷക നദികൾ അത് ഇപ്പോൾ ഇവിടെ കണ്ട ആനർ, അതുപോലെ തന്നെ ഗിർണ, പിന്നെ പൂർണ്ണ, സുക്കി, ബേത്തൽ, പത്കി, ബോറി, പഞ്ചാര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഏറ്റവും ഇപ്പോൾ ചോദ്യത്തിൽ വന്ന ആനർ നോക്കുക, ഗിർണ നോക്കുക, വേണമെങ്കിൽ പൂർണ്ണ ചോദിക്കാൻ പറ്റിയൊരു പേരാണ് അത്. പൂർണ്ണ, ബേത്തൽ, ബോറി എന്നൊക്കെ പറയുന്നത് താപ്തിയുടെ എന്താണ്? പോഷക നദികളാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. പിന്നെ ഇതിൻ്റെ ഉത്ഭവസ്ഥാനം ജസ്റ്റ് പറയുകയാണെങ്കിൽ മധ്യപ്രദേശിലെ ബൈത്തുൽ ജില്ലയിലെ മുൽത്തായ് പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ മധ്യപ്രദേശിലാണ് ഇതിൻ്റെ ഒരു ഉത്ഭവസ്ഥാനം വരുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. നെക്സ്റ്റ്, 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്കുശാല ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്കുശാല ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ദുർഗിൽ. അപ്പോൾ ഈ 59 രണ്ടെണ്ണം സ്ഥാപിക്കുന്നുണ്ട് ആക്ച്വലി. ഏതൊക്കെയാണ്? റൂർക്കേലയും അതുപോലെ തന്നെ ബിലായി. ഓക്കെ, റഷ്യയുടെ സഹായത്തോടെ ഛത്തീസ്ഗഡിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കോഡ് അറിയായിരിക്കും. എനിക്ക് എൻ്റേതായ ഒരു കോഡുണ്ട്, പക്ഷേ ഇപ്പോൾ ഓൾറെഡി ഓരോരുത്തർ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനത് കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്, രാത്രി കാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ നിന്നും താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റിൻ്റെ പേരെന്ത്? അത് പർവ്വതക്കാറ്റാണ്. അപ്പോൾ ഒരു കാറ്റിന് നമ്മൾ പേര് കൊടുക്കുന്നത് എങ്ങനെയാണ്? അത് എവിടെ നിന്നാണോ വീശുന്നത് അത് വെച്ചിട്ടാണ് അതിൻ്റെ പേര് വരും. ഈ കടലിൽ നിന്ന് വീശുന്ന കാറ്റിനെ കടൽക്കാറ്റ്, കരയിൽ നിന്ന് വീശുന്ന കാറ്റിനെ കരക്കാറ്റ്. അപ്പോൾ എവിടെ നിന്നാണോ വീശുന്നത്, ഏത് പ്രദേശത്തു നിന്നാണോ വീശുന്നത്, അത് തന്നെയാണ് നമ്മൾ അതിന് പേരും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ പറയുന്നുള്ളൂ കേട്ടോ തൽക്കാലം. പറ്റുവാണെങ്കിൽ ഇത് കുറച്ചധികം കട്ട് ചെയ്ത് വീഡിയോ ഇടാൻ ശ്രമിക്കട്ടോ. ഒറ്റ ലെങ്ത്തിൽ കുറേയധികം ചോദ്യങ്ങൾ ഞാൻ ഒറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്താൽ അത് അപ്ലോഡ് ചെയ്യാൻ കുറേ സമയം എടുക്കുന്നു. മാത്രമല്ല അത് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ കട്ട് ചെയ്ത് വീഡിയോസ് ഇപ്പോൾ ഒരു ദിവസത്തിലാണെങ്കിലും ഞാൻ ഇടാൻ ശ്രമിക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസ് അപ്പോൾ വേഗം കഴിയുമല്ലോ. മാക്സിമം ഫാക്ട്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. എല്ലാ ദിവസവും തന്നെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ചിലപ്പോൾ എനിക്ക് മിസ്സാകാം കേട്ടോ. എന്നിരുന്നാലും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നോക്കുക. മാക്സിമം നിങ്ങൾക്ക് എന്താണ് ഞാൻ പറഞ്ഞ SCRT ടെക്സ്റ്റ് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യാം. ജിയോഗ്രഫി, സയൻസ്, ഹിസ്റ്ററി പോലുള്ള ഫാക്ട്സൊക്കെ നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ സഹായിക്കുന്നതാണ്. പിന്നെ എക്കണോമിക്സിന് അവിടെ NCERTയും കൂടി ഉപയോഗപ്പെടുത്തേണ്ടി വരും. കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ചും കൂടെ വൈഡായിട്ടുള്ളൊരു സംഭവമാണ്. അതിന് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ടെക്സ്റ്റ് പ്ലസ് റാങ്ക് ഫയൽ, പിന്നെ ലക്ഷ്മികാന്തിൻ്റെ ബുക്ക് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. പോളിറ്റിയുടെ ബുക്ക് അത് നല്ലതാണ് വെച്ച് നോക്കുന്നത്. പിന്നെ ഇതുവരെ വന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം അത്യാവശ്യം വ്യത്യസ്തമായ രീതിയിൽ നിന്നൊക്കെ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചോദിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ നിന്ന് ഇപ്പോൾ കുറച്ചധികം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങളിപ്പോൾ റെവല്യൂഷനിൽ നിന്നൊക്കെ കണ്ടില്ലേ. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്ന് നമ്മൾ നോക്കിയ പോർഷൻസ് ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് നിങ്ങൾ ഇപ്പോൾ റാങ്ക് ഫയൽ ആണെങ്കിൽ അതിൽ കൃത്യമായിട്ട് നോക്കുക. ടെക്സ്റ്റും ഒപ്പം ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ടെക്സ്റ്റിൻ്റെ നോക്കുക.
ഇപ്പോൾ നമ്മൾ കണ്ട അമേരിക്കൻ റവല്യൂഷനെ കുറിച്ച് കംപ്ലീറ്റ് മനസ്സിലാക്കുക, രണ്ടാം ലോക മഹായുദ്ധം, ഹിറ്റ്ലറിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് കണ്ടത്, ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് കണ്ടത്. ഓക്കെ, അതുപോലെ ക്യോട്ടോ പ്രോട്ടോക്കോൾ, നദിയിൽ നമ്മളിപ്പോൾ താപ്തിനെയാണ് കണ്ടത്. പക്ഷേ ഈ ഓപ്ഷനിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ ബാക്കിയുള്ള നദികളൊക്കെ ഉണ്ട് അല്ലേ. ഈസ്റ്റ് ഫ്ലോയിങ്, വെസ്റ്റ് ഫ്ലോയിങ്, ഞാൻ പറഞ്ഞ നദികളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇതൊക്കെ ചോദ്യമായിട്ട് മുന്നിൽ വരാട്ടോ. ഈ പറഞ്ഞു പോകുന്നതൊക്കെ മസ്റ്റായിട്ടും നോക്കിയിരിക്കുക, കാരണം റിപ്പീറ്റഡ് ആയിട്ട് പല പേപ്പറിലും ചോദിക്കുന്നതാണ് ഈ നദികളൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചോദ്യ പേപ്പറിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കേട്ടതിന് ശേഷം നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഏരിയ കംപ്ലീറ്റ് വായിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു ഏരിയ സെറ്റായി. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ കേട്ടതിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ജസ്റ്റ് അത് ഒന്നും കൂടെ ക്ലിക്ക് ആവാൻ, മനസ്സിൽ ശരിക്കും പതിയാൻ ഈ ഇന്ന് കണ്ട ഈ 10 ഏരിയാസ് എന്ത് ചെയ്യുക, നോക്കുക. അങ്ങനെ നമ്മൾ ഓരോ PYQൻ്റെ ഏരിയാസും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റഡി പ്ലാനിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പോർഷൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ചിലത് നമ്മളിപ്പോൾ പറഞ്ഞ പോർഷൻസ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് റിവിഷൻ എന്നുള്ള രീതിയിൽ പൊക്കോളും.